ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ പുതിയ എപ്പിസോഡിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. വിശുദ്ധ തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തിരുവചന അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ചോദ്യോത്തര പങ്ക്തി ഈ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ചെയ്യുന്നത്. കഴിഞ്ഞ അനേകം എപ്പിസോഡുകളിൽ കർത്താവിൽ പ്രസിദ്ധനും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള പ്രേക്ഷകരുടെ അനേകം ചോദ്യങ്ങൾക്ക്, കരുത്തുറ്റ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ മറുപടി തരികയുണ്ടായി. ഇന്നത്തെ സെഷനിലും മാന്യ കത്രിദാസൻ നമ്മോടൊപ്പമുണ്ട്, നിങ്ങളുടെയും നമ്മുടെയും മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരുവാനായി. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യന്റെ ജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് തടസ്സമാകുമോ? ഉദാഹരണമായി, അപ്പോസ്തലനായ പൗലോസ് മറ്റ് ശിഷ്യന്മാരെക്കാൾ എല്ലാം ജ്ഞാനിയായിരുന്നുവല്ലോ, എന്നിട്ടും പരിശുദ്ധാത്മാവ് ദൈവികമായ വെളിപ്പാടുകളും നൽകി അനേകം കരുത്തുറ്റ ലേഖനങ്ങൾ എഴുതുവാൻ പൗലോസിനെ ഇടയാക്കി. ചോദ്യകർത്താവിന്റെ ചോദ്യം ഇംഗ്ലീഷിലും വായിക്കുന്നു. Does the knowledge of a man become a barrier for the Holy Spirit to use him for the kingdom of God, such as Paul, who is more knowledgeable than the disciples of Jesus Christ, who were from Galilee and fishermen, used by the Holy Spirit with mighty revelation and strong epistles? ഇതാണ് പ്രേക്ഷകന്റെ ചോദ്യം. താങ്ക് യു. അപ്പൊ നമുക്ക് ആദ്യം പ്രേക്ഷകനോടൊരു നല്ല നന്ദി പറയണം, നല്ലൊരു ചോദ്യം നമുക്ക് തന്നതിന്. നമുക്ക് നല്ലൊരു ഉത്തരം കൊടുക്കാൻ കഴിയുമെന്ന എൻ്റെ ബോധ്യം. ഇനി കേൾക്കുന്ന ആളെ തീരുമാനിക്കേണ്ടത് അവർക്കത് നല്ലതാണെന്ന് തോന്നിയില്ലയോ എന്നുള്ളത് അവരുടെ ലെവലിലൂടെ ഉണ്ടല്ലോ. ഇപ്പം ടു സ്റ്റാർട്ട് വിത്ത് നമുക്കൊരു ഫൈനൽ കൺക്ലൂഷൻ ആദ്യം അങ്ങ് പറയാം. അപ്പൊ പിന്നെ ഞാൻ ഏത് വഴിയാ സഞ്ചരിക്കുന്നുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല. ഇയാളെന്തോ പറഞ്ഞു വരുന്ന അറിയാൻ. മനുഷ്യന്റെ ജ്ഞാനം പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് ബാരിയർ അല്ല, തടസ്സമല്ല. നോ, ഒരിക്കലും അല്ല. മറിച്ച് അത് കൊറോബറേറ്റീവ്, സപ്പോർട്ടീവാണ്, കോൺട്രിബ്യൂട്ടറി. അതിനൊക്കെ നല്ലൊരു വേർഡുണ്ട്, ഞാൻ ആ വേർഡ് ഓർക്കാനിങ്ങനെ ഉപോദ്ബലകം എന്ന് മലയാളത്തിൽ പറയാം. പക്ഷേ അതിനെയൊക്കെ നല്ലൊരു വേർഡ് ഇംഗ്ലീഷിലുണ്ട്, ഞാൻ ഓർക്കുന്നു പറയാതെ. ദാറ്റ്സ് വാട്ട് ഐ വാസ് ട്രൈയിങ് ടു റിമെമ്പർ. അവിടെയാണ് നമ്മുടെ ആൻസർ കൺക്ലൂഷൻ വരുന്നത്. അപ്പൊ കൺക്ലൂഷൻ പറഞ്ഞു തീർത്തു. ബട്ട് ദെൻ ദ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ? നമ്മൾ ശരിക്കും ഇപ്പോ ബിബ്ലിക്കൽ വേൾഡ് അല്ലെങ്കിൽ തിയോളജിക്കൽ വേൾഡ് എടുത്തു കഴിയുമ്പോൾ തിയോളജിക്കൽ വേൾഡിലുള്ളതിൻ്റെ അത്രയും സ്കോളേഴ്സ് ചിലപ്പോൾ സയന്റിഫിക് വേൾഡിൽ പോലും ഉണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോ. സയൻസസിലൊക്കെ റിസർച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ അധികം ആളുകളാണ് തിയോളജിയിൽ റിസർച്ച് ചെയ്തത്. അവര് ഭയങ്കര ക്വാളിഫൈഡും അവരെഴുതുന്ന പുസ്തകങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് സാധാരണക്കാരനെ അതിൻ്റെ ഒരു പേജ് വായിക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുക്കും. അത് വല്ലതും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഭയങ്കര പുസ്തകങ്ങളാ. ഇതിൻ്റെയൊക്കെ വലിപ്പം കണ്ട മോം വിരുന്നു. എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല, അല്ല ഞാൻ ഒന്നിരണ്ടെണ്ണം എടുത്ത് കാണിക്കാമായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ടായി. എൻസൈക്ലോപീഡിയ ആണോ? അല്ല, എന്നാ പിന്നെ ക്ഷമിക്കാൻ കുഴപ്പമില്ലല്ലോ. എൻസൈക്ലോപീഡിയ അല്ല, അല്ല, ഭയങ്കര പുസ്തകങ്ങളാ. അപ്പൊ ഞാൻ ഈ പഠിച്ച കാലത്ത് എനിക്ക് ഇതൊക്കെ പഠിക്കണമായിരുന്നു. ലൈബ്രറി പോയിരുന്ന എപ്പോഴും വായിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ലൈബ്രറി അടയ്ക്കുന്ന സമയത്ത് ഞാൻ ജോലിക്ക് പോയിരിക്കുക. ഐ വാസ് ഫെയർലി റിച്ച് ഓൾസോ. അതുകൊണ്ട് എന്താ അറിയാമോ, ഈ റെഫറൻസ് ബുക്സ് എല്ലാം വിലയ്ക്ക് മേടിക്കും, വീട്ടിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് പുസ്തകങ്ങളെ പറ്റി നല്ല പരിചയമുള്ളത്.
ഓക്കെ. അപ്പൊ എഴുതുന്ന ആള് ഭയങ്കര സ്കോളർലിയാണ്. സ്കോളർലി. അപ്പം അവർ ഒരു സെന്റൻസ് ഒക്കെ പറയുന്ന സമയം കൊണ്ട് നമ്മളൊരു പാരഗ്രാഫ് പറഞ്ഞു കളയും. ഓക്കെ. ഇവിടെ കിട്ടിയോ? അപ്പൊ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിർത്തി അടുത്ത വാക്ക് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണ്, അതിൻ്റെ ആക്സെന്റ് എന്താണ്, അവരുടെ സ്ട്രെസ് എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ നോക്കി ആലോചിച്ച് ഇങ്ങനെ പറയത്തുള്ളൂ. അതെ അതെ, ഘനതയോടെയാ. അപ്പൊ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ MA ബേബി എന്ന് പറഞ്ഞൊരു സ്കോളറുണ്ട്. ഈ സ്കോളർ പറയുന്നത് കേൾക്കണം. അത് ഭയങ്കര സ്ലോ ആയിട്ട് ഒരു പ്രത്യേക രീതിയാണത്. ഇങ്ങനെയുള്ള അണൻറ്റിങ് സ്കോളേഴ്സാണ് തിയോളജിക്കൽ വേൾഡിലുള്ളത്. അവരെഴുതിയ അത്തരം പുസ്തകങ്ങൾ ലോകത്തിൽ വേറെ ആരും എഴുതിയിട്ടില്ല. അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ, നെറ്റ് റിസൾട്ട് പരിശുദ്ധാത്മ പ്രവൃത്തി കൊണ്ട് വളർന്നു വന്ന ദൈവസഭകൾ പിൽക്കാലത്ത് താഴ്ന്നുപോയി. അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ മാർച്ചിൽ എറണാകുളത്ത് ഒരു കോൺഫറൻസ് നടത്തിയത്. വേദശാസ്ത്രത്തിന്റെ വളർച്ചയും സഭകളുടെ തകർച്ചയെന്ന്. ഭയങ്കര സ്കോളേഴ്സാണ്. അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ സഭകളൊക്കെ മുടിച്ചു കളഞ്ഞവര്. രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ, അവര് പ്രസംഗിച്ച് ഇന്ന് വരെ അവരുടെ പ്രസംഗത്തിൽ നിന്ന് ഒരാൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു എന്ന് ഒരു ബ്ലെയിം നമുക്ക് അവരെ പറ്റി പറയാനില്ല. നമുക്ക് മാമാനെ അറിയാവുന്ന വലിയ 2-3 PhD ഉള്ള തിയോളജിയിൽ PhD ഉള്ള ആൾക്കാരെ എടുക്കുക. അവർക്ക് ഒരിക്കലും അവരുടെ പ്രസംഗം കേട്ട് ഇയാൾ സ്നാനപ്പെട്ടത് അല്ലെ രക്ഷിക്കപ്പെട്ടത് ദൈവഭാഗത്ത് വന്ന് എന്നൊരു ബ്ലെയിം അവരെ പറ്റി ആരും പറയത്തില്ല. ഒരിക്കലും ഉണ്ടാകത്തില്ല. വലിയ ജ്ഞാനികളാണ്. അപ്പം സാധാരണ സഭാവിശ്വാസികൾ ഇത് കേട്ട് മടുത്താണ് ഇതുങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ചാടിപ്പൂസിലും ന്യൂജനിലും ഒക്കെ പോകുന്നത്. നമ്മൾ ഫേസ് ചെയ്യുന്ന ഇന്നത്തെ റിയാലിറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നുള്ളത് ഞാൻ ഈ ആൻസറിന്റെ അവസാനമാകുമ്പോഴത്തേക്ക് പറയാം. ഓർക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറന്നുപോകും, അന്നെല്ലാം ആവുന്ന ഓർപ്പിച്ചാൽ മതി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നുള്ളത്. അവർ പ്രസംഗിക്കും എന്താ ആളുകളിരുന്ന് ഉറങ്ങുന്നതെന്നും അത് കഴിയുമ്പോൾ സഭ വിട്ട് പോകുന്നതെന്നും പോയി പല ബന്ധുക്കൂസിലൊക്കെ പോയി ചേരുന്നത് എന്താണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. ഞാൻ പറയാം, അഥവാ മറന്നാൽ ഓർപ്പിക്കണം. ഇനി നമുക്കിതിൻ്റെ നോളജ്, വിസ്ഡം, അനോയിന്റിങ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടത്. എന്നിട്ട് ഇവർ തമ്മിലുള്ള ബന്ധം, നോളജ് അറിവ്, വിസ്ഡം ജ്ഞാനം, അനോയിന്റിങ് അല്ലെങ്കിൽ അഭിഷേകം, ഇത് 3 ശരിക്കും നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 പാർട്ട് 3 കോർണറായിട്ട് വെക്കാം. അപ്പൊ നമുക്ക് നല്ല ട്രയാങ്കിൾ കിട്ടി. ഈ 3 ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യാമെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് ട്രയാങ്കിൾ കിട്ടി. വെരി സ്റ്റേബിൾ. വെരി സ്റ്റേബിൾ. യെസ്, താങ്ക് യു. വെരി സ്റ്റേബിൾ ആയ ഒന്ന് നോളജ്, മറ്റൊന്ന് വിസ്ഡം, മറ്റേ അനോയിന്റിങ്. ഇപ്പം നമ്മളെല്ലാവരും ഒരു വേൾഡ് ഓഫ് ഇൻഫർമേഷനിലാണ് ജീവിക്കുന്നത്. എല്ലാവരും കണ്ണും കാതും തുറന്നിരിക്കുന്നത്. അല്ലാത്തവർക്ക് പോലും മണക്കുമ്പോഴും തൊടുമ്പോഴും പോലും അറിയാവുന്ന ഇൻഫർമേഷനുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നതിന് മുമ്പേ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ ഗാദർ ചെയ്യാൻ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഭൂമിയിൽ ജനിച്ച് വീഴുന്നതിന് മുമ്പേ ഒരു കുഞ്ഞ് ഇൻഫർമേഷൻ ഗാദർ ചെയ്യുമെന്ന് പറയുന്നത്. ഗർഭസ്ഥ ശിശു. ഓക്കെ. സോ ഈ ഗാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ അങ്ങനെ തന്നെ കിടക്കും. ചിലർ അതിനെ പ്രോസസ് ചെയ്യും. പ്രോപ്പറായിട്ട് ഒരു ഇൻഫർമേഷനും മറ്റു ഇൻഫർമേഷൻ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രൊപ്പോർഷനേറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് അതിനെ പ്രോസസ് ചെയ്യുന്ന പറയുന്നത്. ഇൻഫർമേഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഒരു പീസ് ഓഫ് ഇൻഫർമേഷനും മറ്റേ പീസ് ഓഫ് ഇൻഫർമേഷൻ തമ്മിലുള്ള ബന്ധം. ഇനിയും അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് വാല്യൂ,
ഉം, പ്രൊപ്പോർഷനേറ്റ് വാല്യൂ. ഉം, ആ പ്രൊപ്പോർഷനേറ്റ് വാല്യൂ അനുസരിച്ച് അതിനെ ഓർഗനൈസ് ചെയ്യുക, ഉം. ഈ ഇൻഫർമേഷൻ ഓർഗനൈസ് ചെയ്യുക. ഇങ്ങനെ ഓർഗനൈസ്ഡ് ഇൻഫർമേഷനെയാണ് നമ്മൾ നോളജ് അല്ലെങ്കിൽ അറിവെന്ന് പറയുന്നത്. ഉം. അപ്പൊ ഓക്കെ. ചിലരിൽ അത് നടക്കാറില്ല. ഉം, അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഉം. പക്ഷെ ഈ നോളജിനെ അവരൊരിക്കലും അത് ഓർഗനൈസ് ചെയ്തിട്ടില്ല. ഓർഗനൈസ് ചെയ്തെടുക്കാൻ അവർക്ക് കഴിയത്തില്ല. ഉം. അപ്പൊ ഈ ഇൻഫർമേഷൻ, അപ്പൊ അവർക്ക് നോളജ് ഇല്ല, അതെ, അതെ, അവർക്ക് നോളജ് ഇല്ല. അതെ. ഇത് അപ്പനാന്നറിയാം, ഇത് അമ്മയാന്നും അറിയാം, ഉം, ഇത് അപ്പനാന്നും അമ്മയാന്നും അറിയാം, ഇവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള അറിയത്തില്ല. ഉം, പറിച്ച് ഉം. ബൈബിൾ പറയുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായു. ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും നിന്റെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഉം. ഒരുത്തൻ അപ്പനാന്നറിയാം, അതെ, അമ്മയാന്നും അറിയാം, അതെ. പക്ഷെ പ്രൊപ്പോർഷനേറ്റ് ഇമ്പോർട്ടൻസ് ആൻഡ് റെസ്പെക്ട് അവർ കൊടുക്കേണ്ട അറിയത്തില്ല. അറിയത്തില്ല. ഉം. അപ്പം അപ്പനാന്ന് പറഞ്ഞിട്ട് എന്നാ ഗുണം? അതെ, അറിവ് കൊണ്ട് ഒരു അമ്മയെന്ന് പ്രയോജനം. പറഞ്ഞിട്ട് എന്നാ ഗുണം? ഉം. അല്ലേ? വല്ല അതെ. ഗുണമുണ്ട്? അപ്പം ഇതാണ് ഒരു ലാർജ് മെജോറിറ്റി ആളുകളുടെയും പ്രോബ്ലം. ഉം. അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഗാദർ ചെയ്യുന്നുണ്ട്, പക്ഷെ നോളജായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഉം. ഇനി ഈ നോളജ് എന്തിനു വേണ്ടിയാണ്? ഈ നോളജ് ഉം. എന്തോ കാര്യത്തിന് നോളജ്? അനദർ ഉം. ക്വസ്റ്റ്യൻ, എന്ത് കാര്യത്തിന്? ഉം. ഞങ്ങൾക്ക് ഭയങ്കര നോളജാ, പക്ഷെ പറയുന്ന പ്രവർത്തിക്കുന്ന മുഴുവനും എൻ്റെ ഭാഷ പറഞ്ഞ സൂപ്പർ ആനിമേറ്റഡ് വിവരദോഷമാണ്. വിഡ്ഢിത്തരമാണ്. ഉം. വിട്ടിത്തര സൂപ്പർ ആനിമേറ്റഡ് വിട്ടിത്തരങ്ങളാണ് പറഞ്ഞത്, ഒന്ന് കാണിച്ചു നോക്കുന്നത്. എന്നാൽ നോളജ് അവർ പാസ്സായിട്ടില്ലാത്ത പരീക്ഷകളില്ല. ഓക്കെ. ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും ഫസ്റ്റ് റാങ്ക് പാസ്സാകും, ഉം. ഏത് എക്സാം എഴുതിയാലും ടോപ്പാണ്, ഉം. നോളജിന് ഒരു കുഴപ്പമില്ല. പക്ഷെ റിയൽ ലൈഫിലേക്ക് വന്നു കഴിയുമ്പം മോർ ആപ്ലിക്കബിലിറ്റി. ഫൂളിഷ് ദാൻ ദ കോമൺ ഫൂൾസ്. ഉം. ഈ പരീക്ഷ ഒന്നും പാസ്സാകാൻ കഴിയാത്ത, ഒരു ഒരു ഒറ്റ പരീക്ഷ പോലും, ഒരു ഇന്റർവ്യൂവിലും പാസ്സാകാൻ കഴിയാത്ത ഉം. ഒരു മനുഷ്യനെക്കാട്ടിൽ ഫൂളിഷായിട്ട് ഇവർ അവര് ചെയ്യും. റിയൽ ലൈഫിൽ ബിഹേവ് ചെയ്യും. ചെയ്യും. ഉം. അപ്പൊ അതിനർത്ഥം എന്താ? ഈ നോളജ് അവരുടെ ലൈഫ് ബിൽഡ് ചെയ്യുന്നതിലേക്ക് ഹെൽപ്ഫുള്ളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. മാറ്റാൻ കഴിയുന്നില്ല. ഓക്കെ. അപ്പൊ ഈ നോളജിനെ ഓർഗനൈസ് ചെയ്യണം കഴിയും. എന്തിനു വേണ്ടി? ലൈഫ് ബിൽഡ് ചെയ്യാൻ. ഉം. നോളജിനെ ലൈഫ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി ഓർഗനൈസ് ചെയ്യുമ്പം യുവർ ലൈഫ് ഈസ് ഓർഗനൈസ്ഡ്. ഉം. ലൈഫ് ഈസ് ഓർഗനൈസ്ഡ്. ലൈഫ് ഇസ് ഓർഗനൈസ്ഡ്. So, knowledge that leads to organizing your life is what is called wisdom. വിസ്ഡം. അവൻ ജ്ഞാനിയാണ്. ജ്ഞാനി എന്ന് പറയുന്നത്. അപ്പം നോളജ് ലീഡിങ് ടു ഓർഗനൈസിങ് യുവർ ലൈഫ്, നിന്റെ ജീവിതം ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി നിന്നെ സഹായിക്കുന്ന ആ പ്രോസസ്സിംഗ് ഓഫ് നോളജിനെയാണ് വിസ്ഡം എന്ന് പറയുന്നത്. അവന് ജ്ഞാനിയാണ്. ജ്ഞാനിയാണ്. ഇപ്പൊ നമുക്ക് ഇൻഫർമേഷൻ എന്താന്ന് മനസ്സിലായി, ഉം. നോളജ് എന്താന്ന് മനസ്സിലായി, വിസ്ഡം എന്താന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഹോളി സ്പിരിറ്റിന്റെ അനോയിന്റിങ്ങിലേക്ക് വരാം. ഹോളി സ്പിരിറ്റിനെ സംബന്ധിച്ചോളം, ഒന്ന് വാട്ട് ഈസ് ഹോളി സ്പിരിറ്റ്, ഉം. രണ്ട് ദി അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അനോയിന്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ ഒന്ന് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്, ദെൻ Fruit. ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഇനിയും ഗോഡ്സ് സെവൻ ഫോൾഡ് സ്പിരിറ്റിനെയാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഉം. സെവൻ ഫോൾഡ് സ്പിരിറ്റ്സിനെ ഒരുമിച്ച് പറയുന്നതാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. സെവൻ ഫോൾഡ്, ഉം. 7 വ്യത്യസ്തമായ അഭിഷേകങ്ങളെന്നോ അല്ലെങ്കിൽ സ്പിരിച്വൽ പൊട്ടൻഷ്യൽസ് എന്ന് പറഞ്ഞു. 7 വ്യത്യസ്തമായ സ്പിരിച്വൽ പൊട്ടൻഷ്യൽസിന്റെ അസിമിലേഷനാണ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഉം. സ്പിരിറ്റ് അല്ല, ഹോളി
ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥമുണ്ട്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഹോളി. രണ്ട്, ഇറ്റ് വിൽ മേക്ക് യു ഹോളി. ഓക്കെ. ആ. ഇറ്റ് വിൽ മേക്ക് യു ഹോളി. ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഘടകങ്ങൾ നമ്മളൊന്ന് എടുത്താൽ, ദ ഫസ്റ്റ് ഫോർ pertaining to wisdom and knowledge. ഓക്കെ. ആ. First four pertaining to വിസ്ഡം wisdom ആൻഡ് and നോളജ്. knowledge. ബാക്കി ത്രീയേ ഉള്ളൂ അനോയിന്റിങ്. ബാക്കി എന്ത് കാര്യങ്ങളും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ വരുമ്പോൾ ഇൻഫർമേഷനിൽ നിന്ന് നോളജിൽ കൂടെ വിഷ്ഡമായിട്ട് നമുക്ക് ലഭിച്ച നമ്മുടെ ആ പൊട്ടൻഷ്യൽസിനെ എന്ത് ചെയ്യാണ്, അതിനൊരു കേറ്റലിസ്റ്റായിട്ട് മാറുകയാണ് പരിശുദ്ധാത്മാവ്. ദാറ്റ്സ് ദ വേർഡ് ഐ വാണ്ടഡ് ടു സേ. കേറ്റലിസ്റ്റായിട്ട് മാറുക പരിശുദ്ധാത്മാവ്. വാട്ട് ദ പോയിന്റ്? കേറ്റലിസ്റ്റായിട്ട് മാറുക പരിശുദ്ധാത്മാവ്. ഇപ്പൊ മോം BSc ഫിസിക്സ് കഴിഞ്ഞിട്ടല്ലേ MScക്ക് പോയത്. ഒരുത്തൻ പ്രീ യൂണിവേഴ്സിറ്റി പോയില്ല, BScക്കും പോയില്ല, MSc അഡ്മിഷൻ കിട്ടി. പിന്നെ ആരാ കൊടുത്ത് നമുക്കറിയത്തില്ല, എന്ത് ഡോക്യുമെന്റ് ഉണ്ടായിക്കൊണ്ടോ അറിയത്തില്ല. ഇവനും ആ ക്ലാസ്സിൽ ഇരിക്കുക. എല്ലാവർക്കും ഒരുപോലാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. ഇവൻ ഇത് വല്ലതും കൊണ്ട് ഒരു പ്രയോജനമുണ്ടോ? പിടികിട്ടുകയില്ല. എന്തുകൊണ്ടാണ്? ആ സബ്ജക്റ്റിന്റെ ബേസിക്സ് ഒന്നും അവന് കിട്ടിയിട്ടില്ല. പലപ്പോഴും ഈ സബ്ജക്റ്റിന്റെ ബേസിക്സ് ഇല്ലാത്തവൻ്റെ കയ്യിൽ അനോയിന്റിങ് വന്നു കഴിയുമ്പം ഇറ്റ് ക്രിയേറ്റ്സ് മോർ ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ than blessings or benefit. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവമോ തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുമ്പോൾ താൻ ചെയ്യേണ്ടത് ആദ്യം മനസ്സിലാക്കണം. ഇതുകൊണ്ട് എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല എൻ്റെ ഇൻഫർമേഷൻ നോളജായിട്ടും നോളജ് വിഷ്ഡമായിട്ട് മാറ്റാൻ. ഇൻഫർമേഷൻ നോളജായിട്ടും നോളജ് വിഷ്ഡമായിട്ട് കൺവേർട്ട് ചെയ്യാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. സോ എന്തിനാണ് അനോയിന്റിങ് അല്ലെങ്കിൽ അഭിഷേകം? ചിലർ വിചാരിക്കുന്നത് ഒരു മര്യാദയില്ലാതെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. സഭാഗത്തിനൊന്ന് ഫുൾ ടൈം അന്യഭാഷ പറയുക. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. ഉണ്ടോ? എനിക്കൊന്ന് പേരുകൂടെ ചർച്ചിൽ ഞാൻ ലാസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന കാലത്തൊക്കെ എൻ്റെ അത്ര അന്യഭാഷ പറയുന്ന ആരും ചർച്ച കാണത്തില്ലായിരുന്നാണ്. എൻ്റെ വിചാരം എന്താ? ഫുൾ ടൈം ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളും സ്തുതികളും ആത്മാവ് നിറഞ്ഞ് ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കണം. അത് സമയത്തിന് വേണം. വീട്ടിൽ പറ്റുകയില്ല, വീട്ടിൽ വേറെ കാര്യമുണ്ട്. സമാജത്തിന് മുമ്പ് കാച്ചിക്കൊണ്ടിരിക്കണം. അന്ന് ഇത്തരം അറിവില്ല. അറിവുണ്ടായിരുന്നു ഒരു കാരണവശാലേ ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തുകൊണ്ട് സഭയിലെ ആൾക്കാർക്കെല്ലാവരും വ്യാരാണെന്നറിയാമോ? ഈ ചെറുപ്പക്കാരുടെ ഒരു അഭിഷക്തനുണ്ടെങ്കിൽ വേറെ ബാബുവ. കാര്യം എന്താ? പുള്ളി ഫുൾ ടൈം അന്യഭാഷ പറയുന്നു. ഫുൾ ടൈം അന്യഭാഷ പറയുന്നു. ആളുകളുടെ ഒരു ധാരണയാണ്. സോ ലെറ്റ്സ് കം ബാക്ക്. എനിക്ക് ഞാൻ ജീവിക്കുന്ന ലോകത്തിൽ എനിക്ക് ചുറ്റുമുള്ള ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ ഗാദർ ചെയ്ത് നോളജായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും ആ നോളജ് വിഷ്ഡമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനും കഴിയുന്നില്ല. അതാണ് ലൈഫിന്റെ എല്ലാ ഫെയിലിയറിന് കാരണം. നീ എല്ലായ്പ്പോഴും ജ്ഞാനിയായിരിക്കുമെന്ന് ബൈബിൾ പറഞ്ഞ കാര്യം എന്താ? നീ പോഷനായിപ്പോയി നിന്റെ കാര്യം പോക്കാം. എന്നെ കൊണ്ട് കഴിയുന്നില്ല. ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ വെച്ച അനോയിന്റിങ് എനിക്ക് തരുന്നത് ടു എനേബിൾ മീ ടു ഡു the things that I cannot do naturally by my own potentials. എൻ്റെ സ്വന്തം പൊട്ടൻഷ്യൽസ് കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം.
സപ്പോസ് ഐ എം എ ഡിഗ്രി സ്റ്റുഡൻറ്റ്, ഉം, എനിക്ക് മനസ്സിലാകുന്നില്ല പഠിക്കുന്നത്. ദൈവത്തോട് ചോദിക്കുക, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തരണം, സ്പിരിറ്റ് ഓഫ് ഡിസേൺമെൻറ്റ് തരണം. ഐ വാണ്ട് യുവർ അനോയിൻറ്റിങ്. ഉം, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ എനിക്ക് ഡിഗ്രി പഠിക്കാനുള്ള സബ്ജക്റ്റ് നല്ലവണ്ണം പഠിക്കാൻ കഴിയും ഉം, എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം അത് ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഉം, ദാറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഉം, ഞാൻ എല്ലാ ക്വാളിഫിക്കേഷൻസ് എടുക്കുന്നതിൻ്റെ പിന്നിൽ കണ്ണുനീരും പ്രാർത്ഥനയും പരിശുദ്ധാത്മാഭിഷേകവുമാണ്. എന്നേക്കാൾ കൂടുതൽ പഠിച്ചവരും കൂടുതൽ വായിച്ചവരും ഉം, എൻ്റെ അത്രയും അക്കാഡമിക് ഫീൽഡിൽ വളർന്നു വന്നില്ല, ഉം, കൂടെ പഠിച്ചവരില്ല. ഉം. മെയിൻ റീസൺ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഇനി നമുക്കിത് വേണം ചെക്ക് ചെയ്യാം. ഉം. ഞാൻ യുകെയിലാണ് താമസിക്കുന്നത്. ഉം, ഇവിടെ ഒരുപാട് മലയാളി നേഴ്സുമാരുണ്ട്. ഉം, അതിൽ പെന്തക്കോസ്ത് പിള്ളേരാണ് ഒരുപാട്. ഉം, നമ്മൾ അവരുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ചാൽ ഉം, അവർ പഠിക്കുന്ന കാലത്ത് നല്ലതുപോലെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷ സംസാരിച്ച് ദൈവത്തിൻ്റെ സമയം ചെലവഴിക്കുകയും ചെയ്ത അഭിഷക്തരായ കുഞ്ഞുങ്ങളായിരുന്നു. ഉം. അവർ അച്ചീവ് ചെയ്തതുപോലെ അതെ. ഉം, അവരുടെ കൂടെയുള്ളവർ അച്ചീവ് ചെയ്തില്ല. ഉം, ഉം. മറ്റുള്ള ലൈഫ് സ്പോയിലാക്കി, ഇവർ ലൈഫ് സ്പോയിലാക്കിയില്ല. അതെ, അതെ. അവരെ കൊണ്ട് ഞാൻ ഒരു പാവം പാസ്റ്ററുടെ മോളാ. എൻ്റെ അപ്പൻ മറ്റൊരു ആരും ദിനം സ്വോത്രാഞ്ച് ദശാംശം കൊണ്ട് കഴിയുന്നവനാണ്. ഉം. അത് കൂട്ടി വെച്ചും പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് എന്നെ പഠിപ്പിച്ചു. ഒരുപാട് പേര് പാസ്റ്റർമാരുടെ മക്കളാണ്. അവർ പറഞ്ഞതാണ്, അവരിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവ് അഭിഷേകം അവരെ നേഴ്സിംഗ് പാസ്സാക്കാൻ ഇടയാക്കിയെന്ന് ഞാൻ പറഞ്ഞാൽ ഒരുപാട് പേരും ബാബു ജോൺ പരിശുദ്ധാത്മാവിനെ ദുരുപയോഗം ചെയ്യുകയാണെന്ന് പറയും. ബട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കും. that is the function of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ നമ്മളോടുള്ള കമ്മിറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ ഇനിയും ഒത്തിരി പേര് എന്ത് ചെയ്യുന്നില്ല, പരിശുദ്ധാത്മാ അഭിഷേകം കൊണ്ട് നമ്മൾ ശക്തരാകുന്നില്ല. കേട്ടോ പോയിന്റ്? നമ്മൾ ശക്തരാകുന്നില്ല. നമുക്ക് നല്ല നല്ല ക്വാളിഫിക്കേഷൻസ് കിട്ടുന്നില്ല. നമ്മൾ എഡ്യൂക്കേഷൻ അക്കാഡമിക് ഫീൽഡിൽ നമ്മൾ വളരുന്നില്ല. സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുക. നമ്മുടെ 100 രൂപ കിട്ടിയ 150 രൂപ നമ്മൾ ചെലവഴിച്ചിട്ട് വീട്ടിൽ വരും. ഫൈനാൻസ് മാനേജ്മെന്റ് നമുക്ക് അറിയത്തില്ല. നാട്ടുകാരുടെ വീട്ടുകാരുടെ നമ്മൾ വഴക്കുണ്ടാക്കും. നമ്മൾ ഭയങ്കര അഭിഷക്തരുമാണ്. ഒരു സഭ കിട്ടിയ വിശ്വാസികളെല്ലാം വഴക്കുണ്ടാക്കും. എങ്ങനെ ഇഷ്യൂസ് സോർട്ട് ചെയ്യണം നമുക്ക് അറിയത്തില്ല. വി ആർ ഓൾവേസ് ഇൻ ദ മിഡിൽ ഓഫ് പ്രോബ്ലംസ്. പക്ഷെ അഭിഷക്തരാ. പ്രോബ്ലം മനസ്സിലായോ? എന്തിനാണ് അനോയിന്റിങ് നൽകിയത്? റീസൺ നമ്പർ 1, നീ തന്നെ നിന്റെ ലൈഫ് ക്രമീകരിക്കേണ്ട പോലെ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമത് കുത്തിയിരുന്ന് നിന്റെ ലൈഫ് ക്രമീകരിക്കണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ഗിഫ്റ്റ്സ്. ഈ ഗിഫ്റ്റ്സിൽ മജോറിറ്റി വിസ്ഡമായിട്ട് കണക്ട് ചെയ്ത. ഇനി പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട്സിൽ മജോറിറ്റി വിസ്ഡമായിട്ട് കണക്ട് ചെയ്ത. അപ്പം do you want to use the gift of the Holy Spirit in a way that it will be useful and beneficial for the kingdom of God? ദൈവരാജ്യത്തിന്റെ ബെനഫിറ്റിന് വേണ്ടി നിന്നിൽ ലഭിച്ച പരിശുദ്ധാത്മ വരങ്ങൾ നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? The greatest tragedy, one of the greatest tragedies in the Christendom is, ക്രിസ്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാജഡികളിലൊന്ന്, നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു,
ഉം. ഈ ഗിഫ്റ്റ് ലഭിച്ചു. എനിക്ക് പ്രസംഗിക്കാനുള്ള ഗിഫ്റ്റ് കിട്ടി, പഠിപ്പിക്കാനുള്ള ഗിഫ്റ്റ് കിട്ടി, പ്രൊഫസിക്കുള്ള ഗിഫ്റ്റ് കിട്ടി, ഹീലിംഗുള്ള ഗിഫ്റ്റ് കിട്ടി, ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. ഉം. പക്ഷേ ഈ ഗിഫ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് വിസ്ഡം. വിസ്ഡം ഇല്ലാതെ എവിടെയൊക്കെ ഗിഫ്റ്റ് ഉപയോഗിച്ചോ ഉം. അവിടെയൊക്കെ കലാമിറ്റി, ദുരന്തം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ. ആ. വിസ്ഡം ഇല്ല, ഗിഫ്റ്റ് ഭയങ്കര ഗിഫ്റ്റാ. ഉം. അതുകൊണ്ട് എന്താ പറ്റുന്നത്? സം ഓഫ് ദ മോസ്റ്റ് ഗിഫ്റ്റഡ് പേഴ്സൺസ് ഇൻ ദ വേൾഡ് had a tragic end. ഉം. had a tragic end. ഭയങ്കര പരിശുദ്ധാത്മാവിൽ കത്തി നിന്ന അനേക ആളുകളുടെ എന്തെന്ന് പറഞ്ഞാൽ ട്രാജിക്കായിരുന്നു. ഞാനിപ്പോൾ പേര് പറഞ്ഞാൽ കേൾക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ധാരാളം ആളുകൾ കേരളത്തിൽ തന്നെയുണ്ട്. ഉം. They had a tragic end. Yes. അവരുടെ പേഴ്സണൽ ലൈഫും മിനിസ്ട്രിയും ട്രാജഡി ആയിരുന്നു. ഉം. പേഴ്സണൽ ലൈഫും മിനിസ്ട്രിയും ട്രാജഡി ആയിരുന്നു. എന്താ പേഴ്സണൽ ലൈഫ് മിനിസ്ട്രിയും ട്രാജഡി ആയിരുന്നുള്ള കാരണം എന്നറിയാമോ? ഉം. നോളജ്, ഈ ഗിഫ്റ്റ്, ഈ പറഞ്ഞ പോലെ നോളജ് ഇല്ല. ഉം. ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നോളജ് ഇല്ല. ഉം. ഞാൻ ലണ്ടനിലോട്ട് വരുന്ന സമയത്ത് ഉം. സ്ഥിരമായിട്ട് വീട്ടിൽ കണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപദേശിച്ചു വരായിരുന്നു. ഉം. അത് ട്രിവാൻഡ്രത്തുള്ള നേറ്റീവായ ഒരു ഉപദേശിയാണ്. ഉം. ഒരു സാധാരണ മനുഷ്യൻ, വലിയ ഫെയിം ഒന്നുമില്ല. പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യം പറയും. പ്രാർത്ഥിച്ചിട്ട് ഓരോ കാര്യം പറയുന്നത് ആബ്സല്യൂട്ടാണ്. ഉം. ഞാൻ മദ്രാസിൽ വിസായ്ക്ക് പോവാണ്. ഉം. എന്നോട് പറയാ, നിങ്ങൾ ഈ പ്രാവശ്യം പോകുമ്പോൾ നിങ്ങളെ തിരിച്ചയക്കും, ഉം. വേറെ കുറച്ച് ഡോക്യുമെൻ്റ് വെച്ചുകൊണ്ട് ചെല്ലാൻ പറയും, അന്നേരെ വിസ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ഉം. ഇയാളെന്ന് പറഞ്ഞാൽ ഈ പറയുന്നത്. മദ്രാസ് ചെന്നപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു, പ്രീവിയസ് പാസ്പോർട്ട് സെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു. ഓക്കെ. ഒബ്സലറ്റായ പാസ്പോർട്ടിൻ്റെ ആവശ്യം ഇപ്പോൾ ഒന്നും നമുക്കറിയത്തില്ലല്ലോ. ആ. അത് പോയി എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ഉം. ഇതുപോലെ ഞാൻ തിരിച്ചു വന്നു. ഉം. ഞാൻ ഡൽഹി വന്നിട്ടാണ് ലണ്ടനിലോട്ട് വരുന്നത്. ഉം. അപ്പോൾ ഡൽഹി വരെ പോകുന്നതിന് വേണ്ടി ട്രിവാൻഡ്രത്തുനിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം വന്നു, എന്നിട്ട് പറഞ്ഞു, സാർ ഈ ഫിക്സ് ചെയ്ത ഡേറ്റിൽ പോകത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ. ആ. പോകത്തില്ല, നിങ്ങളുടെ യാത്ര ഡിലേ ഉണ്ടാകും, ഉം. പിന്നൊരു ഡേറ്റിൽ നിങ്ങൾക്ക് പോകാനൊക്കത്തുള്ളൂ പറഞ്ഞു. ഓ. ഈ പുള്ളി എന്തീ പറയുന്നത്? ഇതുപോലെ ഞാൻ ഫിക്സ് ചെയ്ത ഡേറ്റിൽ യാത്രയ്ക്ക് ഇറങ്ങുന്നുണ്ട്, ഐ ഹാഡ് എ കോൾ, ഉം. നിങ്ങളുടെ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു, Cancel ചെയ്തു. ഇന്ന ദിവസത്തേക്ക് അത് വരുന്നു. ഞാൻ Postpone ആയി. ഏതാണ്ട് 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഡേറ്റ്, 2 ആഴ്ച പോലെ ഡൽഹി സ്റ്റക്കായിപ്പോയി. Yes, yes. Okay. ഞാൻ പറയും, ഭയങ്കര പ്രൊഫറ്റിക് ഗിഫ്റ്റാ, ആ. കറക്റ്റ് ആയിട്ടുള്ള. ഭയങ്കര പ്രൊഫറ്റിക് ഗിഫ്റ്റാ. കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ മീഡിയയിൽ, ന്യൂസിൽ, ഏഷ്യാനെറ്റിൽ വളരെ സങ്കടകരമായൊരു വാർത്ത കണ്ടു. ഉം. സങ്കടകരമായ വാർത്ത, ഈ മനുഷ്യനെ ഇങ്ങനെ കൈ വിലങ്ങ് വെച്ചുകൊണ്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോവുക. എന്തിനെന്നറിയാമോ? മൈനറായ 2 പെൺപിള്ളേരെ ഇയാള് റേപ്പ് ചെയ്തു. മൈനറായ 2 പെൺപിള്ളേരെ ഇയാൾ റേപ്പ് ചെയ്തു. ആ റേപ്പ് കേസിൽ റെഡ് ഹാൻഡഡ് ആയിട്ട് പിടിക്കപ്പെട്ട് നാട്ടുകാർ തെങ്ങ കെട്ടി വെച്ചിട്ട് അവർ പോലീസിനെ വിളിച്ച് കൊണ്ടുപോവുക. ഞാൻ അദ്ദേഹത്തിന് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഈ വലിയ അനോയിൻറ്റിങ് ഉണ്ട്. ഈ 2 കൊച്ചു പെൺപിള്ളേർ ദൈവം വലിയ പർപ്പസിനോട് സൃഷ്ടിച്ച 2 സൃഷ്ടികളാണ്. ഇവരുടെ ലൈഫ് ഞാൻ സ്പോയിൽ ചെയ്താൽ ഇവർ ദൈവം രക്ഷപ്പെട്ടേക്കും, പക്ഷേ ഞാൻ രക്ഷപ്പെടത്തില്ല എന്നുള്ള വിസ്ഡം എന്താ ഇല്ലാതെ പോയത്? അപ്പോൾ പ്രോബ്ലം എന്താ? പുള്ളി ഒരു 10ാം ക്ലാസ് തോറ്റിയ ഒരാളാണ്, അതിനെപ്പറ്റി ബ്ലെയിം ചെയ്യല്ല. പക്ഷെങ്കിൽ നോളജ് എന്ന് പറയുന്ന സംഗതി, ലൈഫ് ഓർഗനൈസ് ചെയ്യാനുള്ള നോളജ് കൊണ്ട് ഓർഗനൈസ് ചെയ്ത് വിസ്ഡം ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഗിഫ്റ്റിങ് വിസ്ഡത്തോടുകൂടിയാണ് ഉപയോഗിച്ചതെങ്കിൽ അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നതാ. അവർ സ്ഥിരം ചെല്ലുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം തന്തയും തള്ളയും ഇല്ലാ സമയം നോക്കി ചെന്നു.
ഇപ്പോഴാണ് പിള്ളേർ കയറി പിടിക്കുന്നു, പിള്ളേർ കയറി നാലിച്ച് വിളിച്ചാണ് നാട്ടുകാർ വരുന്നതൊക്കെ പ്രശ്നം ഉണ്ടായത്. അപ്പം ഇങ്ങനെ എത്രയോ കേസസിൽ സൂപ്പർ അനോയിന്റിങ് ആളുകൾ വീണുപോയി. ആ അനോയിന്റിങ് ഉപയോഗിക്കുന്നതിന് വേണ്ടി വിസ്ഡത്തെ ആശ്രയിക്കുന്നില്ല. ഉം. എനിക്കെല്ലാം ദൈവം കാണിച്ചു തരിക, എനിക്കെല്ലാം ദൈവം കാണിച്ചു. എനിക്കെല്ലാം ദൈവം കാണിച്ചു, എനിക്ക് അതിൻ്റെ ഒന്നും അറിയേണ്ട കാര്യമില്ല, ഞാൻ സ്വർഗത്തിൽ നേരിട്ട് പ്രാപിക്കുക. ഉം. അങ്ങനെ പറയാൻ പ്രാപ്തിയുള്ള ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്ന അപ്പോസ്തലനായ പൗലോസാ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത് തരുന്നാൽ. നോക്കി, അപ്പം ഈ പൗലോസ് തനിക്ക് ലഭിച്ച ഫസ്റ്റ് നോളജ് എന്ന് പറഞ്ഞ കാര്യം, ഇൻഫർമേഷൻ, നോളജ്, വിസ്ഡം, ഇതിൽ ലൈഫ് ഓർഗനൈസ് ചെയ്ത മനുഷ്യന് പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ലഭിച്ചപ്പോൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഫ്രം ഡേ 1 to day end, ലാസ്റ്റ് ഡേ, ഇദ്ദേഹത്തിന് സാരമായ തെറ്റുകൾ ചെയ്യാതെ, പുള്ളി ഒരു 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 കടുംപിടുത്തക്കാരനായിരുന്നു. ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തില്ലായിരുന്നു. ആ കാര്യങ്ങൾ പിന്നീട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ തെറ്റ് ഇതിൽ നീ ശിക്ഷ അനുഭവിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അനോയിന്റിങ് ഗൈഡഡ് ബൈ വിസ്ഡം വരയ്ക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്ക് പുറത്ത് അനോയിന്റിങ് കൊണ്ട് പോയാൽ അത് സർവനാശമാണ്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിഷക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിട്ടിത്തരം വിളിച്ച് പറയാന്നതിന്റെ അർത്ഥം, പണ്ടത്തരം കാണിക്കാൻ ഞാൻ അഭിഷേകത്തിലാണെന്ന്. ഇത് ഏത് അഭിഷേകമാ? ഇനിയും ആദ്യം ഞാൻ മറന്നുപോയെങ്കിൽ എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞല്ലോ. ഓക്കെ, എന്തുകൊണ്ട് ഈ മഹാജ്ഞാനികളുടെ പ്രസംഗത്തിൽ ആരും രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ അഭിഷേകം പ്രാപിക്കുകയോ ജീവിതത്തിലൊരു മാറ്റം ഒന്നും ചെയ്യുന്നില്ല? That's one thing. അത് നോളജ് അല്ല, കൗണ്ടർഫീറ്റ് നോളജാ. അത് ദാറ്റ്സ് നോട്ട് നോളജ്. വാട്ട് ഈസ് ദാറ്റ്? കൗണ്ടർഫീറ്റ് നോളജ്. നമ്മള് കടയിൽ കൊണ്ട് സാധനം മേടിച്ചിട്ട് 100 രൂപ കൊടുക്കുന്നു, 10ന്റെ 10 നോട്ടാ. നമ്മളെടുത്ത് കൊടുത്തു, അവനിങ്ങനെ നോക്കും, ഇടയ്ക്കൊരു നോട്ടിരിക്കുന്നു, അവൻ കള്ളനോട്ടാ. നമുക്കത് അറിയത്തില്ലായിരുന്നു. കടക്കാരൻ പറഞ്ഞു സോറി, കൗണ്ടർഫീറ്റ്. അപ്പം അവനും 6 പള്ളി കണ്ട കറക്റ്റ് 10 രൂപ, മറ്റൊരുപാട് കൂടെ തന്നപ്പോ കറക്റ്റ് 10 രൂപയാണ്. ഇപ്പൊ ചില കൗണ്ടർഫീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പോലും കണ്ടുപിടിക്കാനൊക്കെ തന്നെ പറയുന്നത് അത്ര കൗണ്ടർഫീറ്റാ. അപ്പം നോളജ് എന്ന് പറഞ്ഞാൽ, വിസ്ഡം എന്ന് പറഞ്ഞ് അക്കാഡമിക് സർക്കിൾ, അല്ലെങ്കിൽ നമ്മൾ കുറെ കൂടെ പറഞ്ഞാൽ അത് അക്കാഡമിക് സർക്കിളിൽ, പ്രത്യേകിച്ച് സെമിനാരികളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് ബിബ്ലിക്കൽ നോളജുമായിട്ട് ഒരു ബന്ധവുമില്ല, ബൈബിളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ബാപ്റ്റിസ്റ്റ് ബൈബിൾ കോളേജിൽ 2000 അഡ്മിഷൻ ചെല്ലുന്നു, ലണ്ടനിൽ. അപ്പം അവൈലബിൾ ആയ കോഴ്സസ് പറയുന്നു. ഒന്ന്, BA ഇൻ ബൈബിൾ ആൻഡ് ക്രിസ്ത്യൻ മിനിസ്ട്രീസ്. ഓക്കെ, അതിൻ്റെ സിലബസ് തന്നു. 4 വർഷത്തെ കോഴ്സാണ്. 4 വർഷത്തെ കോഴ്സ്. BA ഓണേഴ്സാണ്. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഓണേഴ്സ് ഡിഗ്രിക്ക് കയറണമെന്ന്. സിലബസ് എടുത്ത് നോക്കി, ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഒരൊറ്റ പുസ്തകം പോലും സിലബസ് പഠിക്കാനില്ല. ബൈബിൾ എന്ന ഒരു വേർഡ് സിലബസിൽ ഒരിടത്തുമില്ല. എൻറ്റയർ കോഴ്സ് സിലബസ് ഒരിടത്തുമില്ല. ബൈബിൾ എന്ന വേർഡ്
So then I went to the faculty members and I want to have a talk. ആ, ബാബു, ഞങ്ങൾ അങ്ങനെ ബാബു പറയുമ്പോൾ ഞങ്ങൾ ബൈബിൾ വായിച്ച് പഠിപ്പിക്കത്തില്ല. ഉം, വലിയ സ്കോളേഴ്സ് എഴുതിയ വലിയ പുസ്തകങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പോളിയൻ തിയോളജി. ഉം. പോളിയൻ തിയോളജി Theology, ആ, കൊള്ളാമല്ലോ. അപ്പോൾ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാതെ ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യരുത്. ഞാൻ സാറൊരു കാര്യം ചെയ്യാമോ, എനിക്ക് എന്തെങ്കിലും ഒരു മോഡൽ പേപ്പർ തരാം, ഞാൻ കൊണ്ടുവന്ന് വായിച്ചിട്ട് എന്തോന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഉം, ഇത്രയുള്ള ഫയൽ എടുത്തു തന്നു. ആ, പോളിയൻ തിയോളജിയെ കൊണ്ടുപോയി പഠിക്കാൻ പറഞ്ഞു. എൻ്റെ കർത്താവേ, പോളിയൻ തിയോളജി എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരൻ എഴുതി വെച്ചേക്കുന്നത് പൗലോസുമായിട്ടോ പൗലോസ് എഴുതിയ ലേഖനങ്ങളുമായിട്ടോ പൗലോസ് ഉദ്ദേശിച്ച കാര്യങ്ങളുമായിട്ടോ ഒരു ബന്ധമുള്ളതല്ല. ഉം, പുസ്തകമായിട്ട് പൗലോസിന്റെ മനുഷ്യനായിട്ട് ബന്ധമില്ല, ഉം. താൻ എഴുതിയ ലേഖനങ്ങളുമായിട്ട് ബന്ധമില്ല, അതെ. താൻ ഉദ്ദേശിച്ച ഒരു കാര്യങ്ങളോട് ബന്ധമില്ല. പിന്നെ എന്തുമായിട്ട് ബന്ധം? ഏതോ വലിയ വലിയ സ്കോളേഴ്സിന് തോന്നിയ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുക. അപ്പം ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനെപ്പറ്റി ഞാൻ 3-4 പേരുടെ ഈ സ്റ്റഡി എടുത്ത് വെച്ചിട്ട് ഞാനൊരു സ്റ്റഡി അങ്ങ് ഉണ്ടാക്കാം. ഉം, അപ്പം എനിക്ക് PhD കിട്ടി. ഉം. ബൈബിളിന് എത്രയോ നൂറ്റാണ്ടുകൾ സഹസ്രാബ്ദങ്ങളാകുന്നാണ് ഞാൻ നിൽക്കുന്നത്. ലോകത്തിന് മുമ്പ് ഞാൻ ആരാ? ബാബു ജോൺ, ദ ഗ്രേറ്റ് തിയോളജിയൻ. ഗ്രേറ്റ് തിയോളജിയൻ്റെ വേദോത്സവത്തിനോട് മണ്ണാങ്കട്ടി അറിയത്തില്ല. അപ്പം എന്തുകൊണ്ട് തിയോളജിയൻസിൻ്റെ പ്രസംഗങ്ങളിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നില്ല, സ്നാനപ്പെടുന്നില്ല, അഭിഷേകം പ്രാപിക്കുന്നില്ല, ജീവിതത്തിൽ പാപബോധം ഉണ്ടാകുന്നില്ല, മാനസാന്തരം ഉണ്ടാകുന്നില്ല? ചോദിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ. സുവിശേഷം കേൾക്കുന്ന ഏത് കഠിന ഹൃദയനെയും മാനസാന്തരത്തിലേക്ക് നയിക്കും. ഉം, കാരണം അതിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്, ഉം. ദൈവത്തിൻ്റെ ദയയാണ് സുവിശേഷം. ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ഉം. അല്ലേ? അപ്പം നമ്മൾ അതിന് പകരം മറ്റെന്തെങ്കിലും പ്രസംഗിച്ചാലോ, ഈ പറഞ്ഞ പോലെ ഈ 10 രൂപയുടെ ഇടയ്ക്ക് മറ്റൊരു കയറ്റി വെച്ചാലോ, Counterfeit, yeah. അല്ലേ? അപ്പം അത് പ്രസംഗിക്കുന്നത് സുവിശേഷമല്ല. സായിപ്പന്മാർ എഴുതിയ പുസ്തകങ്ങളെ പറ്റിയുള്ള സംക്ഷിപ്ത ആയ ചില കാര്യങ്ങളെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ആളുകൾ എന്തുകൊണ്ട് ഉറങ്ങുന്നു അല്ലെങ്കിൽ അവസാനം ഇറങ്ങിപ്പോകുന്നു? ചോദ്യം, അവർ ദൈവസന്തതികളായതുകൊണ്ടാണ്. ഉറങ്ങുന്നവരും ഇറങ്ങിപ്പോകുന്നവരും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. ഉം. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. ഇപ്പം ഞങ്ങൾക്ക് ഒത്തിരി പശുക്കളും ആടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ജോലിയാണ് ഇതിനെയൊക്കെ നോക്കുന്നുള്ളത്. കുട്ടിയായിരിക്കുമ്പോൾ ഈ ആടങ്ങോട്ട് പ്രസവിച്ച് കഴിഞ്ഞാൽ, ആളുടെ പശു പ്രസവിച്ച ഉടനെ ഈ കിടാവുണ്ടല്ലോ, ഇതിങ്ങനെ പരിങ്ങി 4 കിടങ്ങ് നിൽക്കും ആദ്യം. എന്നിട്ട് എവിടെ? തള്ള പശുവിൻ്റെ അകിടിയിലോട്ട്. ഇതിനോട് ആരാ പറഞ്ഞ് ഇന്നോട് അകിടിയിരിപ്പുണ്ടെന്ന്, അതിനകത്ത് പാലിരിപ്പുണ്ടെന്ന്? ആരാ പറഞ്ഞ്? ഇത് തന്നെ ആട്ടുകുട്ടി. ഒരു മിനിറ്റ് അതിന് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലതുണ്ട് അങ്ങോട്ട് കുഴപ്പമേ ഇല്ല. എന്നറിയാമോ? സ്റ്റിൽ ബേർത്താ, ചത്ത കൊച്ച. ഈ ചത്ത 500 ആ പള്ളിക്കകത്ത് ഇരിപ്പുണ്ട്. ഇങ്ങനെ ഇരിക്കും. അച്ഛൻ്റെ എന്തോ വലിയ തോട്ട്സ് ആണ്, എത്രയോ വലിയ ചിന്തകളാണ്. പാസ്റ്ററുടെ ചിന്തകൾ എന്തോ വലിയ വലിയ ചിന്തകളാണ്. ചത്തമാർക്ക് അവിടെ ഇരിക്കുക. ജീവനുള്ളതുകൊണ്ട് അകത്ത്. എന്തിനു വേണ്ടി? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുന്നതിന് വേണ്ടി വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വാഞ്ചിക്കുക. കുറെ നാളായി അതിനകത്ത് ഇരിക്കാൻ ഒരു കുന്തവും കിട്ടുന്നില്ല. അതാണ് തീരുമാനിച്ച് ഇവിടെ നിങ്ങളുടെ ഇറങ്ങി പോകാന്ന്. ദൈവസന്തതിയായവൻ വചനം കേൾക്കും. ഇനി നമ്മൾ എൻ്റെ ഫൈനൽ കൺക്ലൂഷനെ ഒരു പ്രാവശ്യം റീറ്ററേറ്റ് ചെയ്യാം. ജ്ഞാനവും അഭിഷേകവും തമ്മിൽ ബന്ധം. ജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലാതെ അഭിഷേകം കൈകാര്യം ചെയ്യരുത്. നീ അഭിഷക്തനായി കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു എന്ന് ബോധമുണ്ടായാൽ, അനോയിൻറ്റിങ് എന്ന വേർഡിൻ്റെ അർത്ഥം എംപവറിങ് എന്നാണ്.
നിനക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ട് ചെയ്യിക്കുക. ചെയ്യിക്കുന്നത്. ആദ്യം നീ ചെയ്യേണ്ടത് നീ തന്നെ നന്നാകണം. ഉം. നീ തന്നെ നന്നാകും. ജീവിതത്തിൽ ഒരക്ഷരം വായിക്കാത്ത നിനക്കൊരു വായനാശീലം ഉണ്ടാകണം. ഉണ്ടാകും. വേദപുസ്തകവും പിന്നെ വർത്തമാന പത്രങ്ങളും പുറത്തുള്ള കാര്യങ്ങളും വായിച്ച് അറിവ് സമ്പാദിക്കാനുള്ള ഒരു ബോധം നിനക്കുണ്ടാകണം. പിന്നെ നിന്റെ ക്യാരക്ടർ, ഇൻഡിവിജ്വൽ ക്യാരക്ടർ മെച്ചപ്പെടണം. അതുകൊണ്ട് ഓക്കെ. ഇൻഡിവിജ്വൽ ക്യാരക്ടർ മെച്ചപ്പെടണം. അതുകൊണ്ട് നിന്റെ ലൈഫ് തന്നെ ഓർഗനൈസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാവൂ? ഈ അഭിഷേകം കൊണ്ട് ഭൂതത്തെ ഇറക്കാനും അന്യഭാഷ പറയാനും രോഗശാന്തി നടത്താനും ആളുകളെ രക്ഷിക്കപ്പെടുത്താനും ഗുണപ്പെടുത്താനും ബൈബിൾ പഠിപ്പിക്കാനും ഇറങ്ങാവൂ. യുവർ ഓൺ ലൈഫ് ഈസ് അറ്റ് 6s and 7s. അറ്റ് 6s and 7 കഴിഞ്ഞാൽ പൊളിഞ്ഞ് പാളീശ കിടക്കുക. അറിയത്തില്ല. അനേകരെ ക്രൂശിനെ തണലിൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് എന്നെ സാധിക്കാൻ. സോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അനോയിന്റിങ്ങും നോളജും തമ്മിലുള്ള ബന്ധം. അപ്പം അനോയിന്റിങ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, നോളജ് അതിൻ്റെ കേറ്റലിസ്റ്റാണ്. അനോയിന്റിങ് ഏറ്റവും ഭംഗിയായിട്ട് അഭിഷേകം നമുക്ക് കൈകാര്യം ചെയ്യാം വിത്ത് വിസ്ഡം. വിസ്ഡം ഇല്ലാത്തവന്റെ കയ്യിൽ അഭിഷേകം എത്തിയതാണ് സുവിശേഷ ലോകത്തിന്റെ നാശത്തിന്റെ കാരണം. വിസ്ഡം ഇല്ലാതെ അഭിഷേകം കൈകാര്യം ചെയ്യുന്നതാണ് സുവിശേഷ ലോകത്തിന്റെ നാശത്തിന്റെ കാരണം. ദാറ്റ്സ് മൈ ആൻസർ. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ. That was a very long and clear answer, sir. It has to be long. It has but to be long. Yes. Yes. പൗലോസ് എന്ന ജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യനെ ദൈവം അത്ര അഭിഷേകം കൊടുത്തത് രണ്ടും സൈഡ് ബൈ സൈഡ് ഇറ്റ് വാസ് ഗോയിങ്. ഒന്നിന് കൊറോബറേറ്റീവ് ആണ്. അതെ, ഒന്നിന് കൊറോബറേറ്റീവ് ആണ്. ഇത് രണ്ടല്ല. ഇപ്പോഴത്തെ ഈ ആളുകൾ കാണിക്കുന്ന ഈ സ്റ്റേജ് ഷോ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ട് നമ്മുടെ നോളജിനെ കുറ്റം പറയരുത്. അത് കൗണ്ടർ ഫീറ്റ് നോളജാ. യഥാർത്ഥ വേദപുസ്തകത്തിന്റെ നോളജ് അല്ല. യെസ്, ഒരു ചോദ്യം കൂടെ. പിന്നെ അടുത്ത ചോദ്യം. ഇസ്രായേൽ മക്കൾ കൂടാരം അടിച്ചിരുന്നത് മരുഭൂമിയിലായിരുന്നല്ലോ. സമാഗമന കൂടാരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതൻ തന്റെയും ജനത്തിന്റെയും പാപപരിഹാരത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രവേശിക്കുക ഉള്ളല്ലോ. ശലോമോൻ ആലയം പണിഞ്ഞപ്പോഴും അതിപരിശുദ്ധ സ്ഥലത്ത് നിയമപ്പെട്ടകം വെച്ചിരുന്ന സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കലാണല്ലോ മഹാപുരോഹിതൻ പ്രവേശിച്ചിരുന്നത്. മരുഭൂമിയിലുള്ള ഈ സ്ഥലത്ത് സ്വാഭാവികമായും വളരെ പൊടിയും മറ്റും ഉണ്ടാകാൻ സാധ്യതയും ഉണ്ടല്ലോ. ഇസ്രായേൽ മക്കൾക്ക് വിശുദ്ധി, ക്ലെൻലിനെസ് വളരെ പ്രധാനമായ ഒരു വിഷയമാണല്ലോ. അങ്ങനെയെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം കയറുന്ന ആ സ്ഥലം എങ്ങനെയാണ് വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നത്? അതിനൊരു വിശദീകരണം തരാമോ? നല്ല ചോദ്യമാണ്. ഇത്രയും മെനക്കെട്ട ഒരാൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയല്ലോ. അതെ, പ്രാക്ടിക്കൽ ചോദ്യമാണ്. ഞാൻ ചിലപ്പോൾ തമാശ രൂപത്തിൽ പറയും, ഈ തല മഞ്ഞ് കൊള്ളിക്കരുതെന്ന്. ഈ തലയില് മഞ്ഞ് വീഴാനിടയായിരുന്നു. നമുക്ക് വലിയ വലിയ കാര്യങ്ങൾക്ക് ആവശ്യമുള്ള തലയാണ്. പക്ഷെ അതൊരു സ്ട്രെയിറ്റ് ചോദ്യമാണ്. അതിന് സ്ട്രെയിറ്റ് ആൻസറേ ഉള്ളൂ. വളഞ്ഞ വഴി ഒന്നും പോകരുത്. സ്ട്രെയിറ്റ് ആൻസർ. നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ മന്ന എന്ന് പറയുന്ന സാധനം ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ. സന്ധ്യ കഴിഞ്ഞാൽ അതിനകത്തെല്ലാം പുഴുവിരിക്കും. എല്ലാം കൊള്ളത്തില്ല. ഈ മന്ന എടുത്തൊരു പൊൻപാത്രത്തിലിട്ടു. പൊൻപാത്രത്തിലിട്ടിട്ട് അതിപരിശുദ്ധ സ്ഥലത്ത് വെച്ച് ദീർഘവർഷങ്ങൾ അവിടെ ഇരിക്കുക. എന്താ പുഴു എടുക്കാഞ്ഞത്? മോം ഇപ്പം മാർക്കറ്റിൽ പോയി കുറച്ച് നല്ല മീറ്റ് മേടിച്ചുകൊണ്ട് വന്നു. കുറച്ചെടുത്ത് കറി വെച്ചു. ബാക്കി എയർ ടൈറ്റ് ആക്കി പാക്ക് ചെയ്തു. ഡീപ് ഫ്രീസറിലിട്ടു. ഒരു വർഷം കഴിഞ്ഞെടുക്കുമ്പോഴോ അവൻ അങ്ങനെ നിൽക്കുമല്ലേ. ഒരു ജെയിംസും അതിന് തൊട്ടിട്ടില്ല.
എന്തുകൊണ്ട്? അത് വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അതെ, വേറൊരു സെറ്റപ്പിലാണത്. അപ്പം അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് അതിൻ്റെ അറ്റ്മോസ്ഫിയർ വേറൊന്ന്, ഉം. അതിൻ്റെ അറ്റ്മോസ്ഫിയർ വേറൊന്ന്. ആ, അതിൻ്റെ അറ്റ്മോസ്ഫിയർ വേറെന്ന് പറയുമ്പം ദൈവത്തിൻ്റെ ഷെഖീന അതിനകത്ത് വസിക്കുക. ഷെഖിന, ഓക്കെ. ഉം. ഷെഖിന എന്ന് പറഞ്ഞാൽ തേജസ്. തേജസ്. ഉം. ആ തേജസ്സിന്റെ പ്രഭയെന്ന് പറഞ്ഞാൽ ഉം. അതൊരു ജേം ഫ്രീ അറ്റ്മോസ്ഫിയറാണ്. അതെ, ജം ഫ്രീ ഡസ്റ്റ്. ഡസ്റ്റ് ഫ്രീ അറ്റ്മോസ്ഫിയറാണ്. ഓക്കെ. ദാറ്റ്സ് എ ഡിഫറെന്റ് അറ്റ്മോസ്ഫിയർ. ഓക്കെ. ഇനി പുറത്തുള്ള ഡസ്റ്റ് അതിനകത്ത് ഒരിക്കലും കയറത്തില്ല. കേറത്തില്ല. ഓക്കെ. കയറാത്തതിന്റെ കാരണം അതിനെ മറച്ചിരിക്കുന്ന മറയുണ്ടല്ലോ, ഉം. ആ തോലുണ്ട്, ആ ആ ആ കേർട്ടൻസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നതായ വസ്തുക്കൾ. Yeah. ലാസ്റ്റ് തഹശു തോല്. ഉം. ആ തഹശു എന്ന് പറയുന്ന ആ ജീവിയെ പറ്റി നമ്മൾ പഠിക്കണം. ഉം. പഠിച്ചിട്ട് അതിൻ്റെ തോലിൻ്റെ സവിശേഷതകൾ എടുക്കണം. ഉം. തഹശു തോല് കൊണ്ട് പൊതിഞ്ഞ ഒന്നിനകത്ത് ഡസ്റ്റ് ഈസ് ഇംപോസിബിൾ. ഉം. ഔട്ട്സൈഡ് ഡസ്റ്റിന് ഒരിക്കലും കയറാൻ ഒക്കത്തില്ല. അതാണ് തഹശു തോല്. ഉം. അപ്പോൾ തഹശു തോല് കൊണ്ട് പൊതിഞ്ഞതാണ് ഈ സമാഗമന കൂടാരം. ഉം. അതിനകത്ത് ഒരു ഡസ്റ്റിനും കയറാൻ പറ്റത്തില്ല. കേറാൻ. പ്രത്യേകിച്ച് അതിപരിശുദ്ധ സ്ഥലവും അതിൻ്റെ കേർട്ടൻ ഉണ്ടല്ലോ, കേർട്ടൻ ഉണ്ടാക്കുന്ന രീതി നമ്മളൊന്ന് പഠിക്കണം. എനിക്കിപ്പോൾ അതിനൊന്ന് വിശദീകരിക്കാൻ സമയമില്ല ഇവിടെ, കാരണം ഒരു ചോദ്യം തന്നെ ഒത്തിരി കൂടി പോയി. അതെ. ഈ ഇതിൻ്റെ കേർട്ടൻ ഉണ്ടല്ലോ, കേർട്ടനെ പറ്റി പറയണമെങ്കിൽ ഒരു ഗ്ലാസ് മുഴുവൻ വേണം. അതെങ്ങനെ ഉണ്ടാക്കും? ഓക്കെ. ആ, ആ. ഇതുപോലെ ഒരു ഗ്ലാസ് തീരത്തില്ല ഈ കേർട്ടനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ. ഉം. അതിനകത്ത് ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ്. പോസിബിൾ ആണ്. ആ. ഇനിയും അറ്റ്മോസ്ഫിയർ, അത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദി ഗോഡ് ഷെഖീന. ഉം. ഷെഖീന, ഷെഖീന അതിനെ വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറ്റുക. അവിടെ എത്ര സഹസ്രാബ്ദങ്ങൾ മണ്ണായിരുന്നാലും മണ്ണ അഴുക്കാകത്തില്ല. ഉം. ദാറ്റ് ഈസ് ദി സ്ട്രൈറ്റ് ആൻസർ. Answer. Yeah, yeah, And my yeah. special thanks to the person who asked the question. Yes, yes. Yeah. വളരെ സിമ്പിൾ എന്ന് തോന്നിയാലും അതൊരു It's കാതലായ a beautiful question. It's a very, very beautiful question. Yes. Yeah. ഉം. Thank you. അടുത്ത ചോദ്യം, Hmm. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 48-ാം വാക്യത്തിൽ അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും. ഈ വാക്യത്തിന്റെ വിശദീകരണം എന്താണ്? അവിടെ എന്ന് പറഞ്ഞ യാതനാ സ്ഥലമാണ്. യാതനാ സ്ഥലത്ത്, അതായത് ദൈവമക്കളല്ലാതെ മരിച്ചവർ അവരുടെ ആത്മാക്കൾ പോകുന്ന യാതനാ സ്ഥലം അവിടെ. അതും വേറൊരു അറ്റ്മോസ്ഫിയറാണ്. ഇപ്പൊ പറഞ്ഞാൽ വേറൊരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ തീയുണ്ട്, അത് കെടുന്നില്ല. ഈ തീക്കകത്ത് പുഴു ചാവത്തില്ലെന്നേ. അതെ, ഈ തീക്കകത്ത് പുഴു ചാവത്തില്ല എന്നിപ്പോ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ മനസ്സിലാകത്തില്ല. They won't accept it. ഏൻഷ്യന്റ് ജെറുസലേം, ഇപ്പോഴേ അല്ല, ഏൻഷ്യന്റ് ജെറുസലേമിന്റെ തെക്ക് ഭാഗത്തായിട്ട് ഗഹന എന്നൊരു വലിയ കുഴി ഉണ്ടായിരുന്നു. ഡീപ്പ് പിറ്റ്. ഇത് നരകം എന്ന് ആൾക്കാർ പറഞ്ഞിരുന്നേ. നമ്മളുടെ ഇനി ഒരിക്കലും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള സാധനങ്ങൾ പിന്നെ അവിടെ കൊണ്ടുപോയിടുന്നത്. അതിന്റെ അടിയിൽ എപ്പോഴും തീയ, പുക നമുക്ക് മൂടി കിട്ടും. അവിടെ കിടക്കുന്ന സാധനങ്ങൾ തിന്നുന്ന പുഴു അതിനകത്തുണ്ട്. മഗോട്ട്സ് എന്ന് പറയും, മഗോട്ട്. അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ തിന്നുന്ന പുഴു എന്ന് പറയുമ്പോൾ ഈ പുഴു എന്താ ചാകത്ത്? എനിക്കറിയത്തില്ല. ഈ തീക്കകത്തുള്ള കക്ഷികളുണ്ടെന്ന്. നമ്മളിപ്പോ സാറിന് പറയും തീക്കട്ടലിൽ ഉറുമ്പരിക്കത്തില്ലെന്ന് നോക്കെ, ഇങ്ങനത്തെ ഉറുപ്പുണ്ടോന്ന് തോന്നിപ്പോവും. ഈ യാതനാ സ്ഥലത്തെ ഒരു അറ്റ്മോസ്ഫിയറാ. അവിടെ കിടക്കുന്നതിനെ നമ്മൾ മാങ്ങ ഉപ്പിലിടത്തില്ലയോ, അവിടെ തീക്കകത്ത് ഉപ്പിലിട്ടിരിക്കുന്നത്.
ഇട്ടിരിക്കുന്നത്. അതിനെല്ലാം ദേ ആർ ഓൾ പിക്കിൾഡ് ഇൻ ദ ഫയർ. ഇത് pickle in the fire. Yeah. പിക്കിൾഡ് ഇൻ ദ ഫയർ. ടെമ്പറേച്ചർ ഉണ്ട്, പക്ഷെ ദഹിപ്പിക്കുകയില്ല. കൺസ്യൂം ചെയ്യത്തില്ല, അതെ. വേദനിപ്പിക്കുക, ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുക, കൺസ്യൂം ചെയ്യത്തില്ല. അത് കൺസ്യൂം ഭയങ്കരമാണ്. ചെയ്യാത്ത there are many reasons behind it, which I don't want to explain in this forum. ഓക്കെ. Yes. ഈ സെഷൻ ഇവിടെ പൂർത്തീകരിക്കുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതിന്റെ സമയത്ത് ബാബു സർ അതിന്റെ മറുപടി നൽകുന്നതായിരിക്കും. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗെയിൻ.